കണ്ണൂർ കല്യാട്ടെ മോഷണം നടന്ന വീട്ടിലെ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ചുരുളഴിയുന്നു. ദർശിത കൊലപ്പെടുത്തിയത് വായിൽ തിരുകിയ ഡിറ്റനേറ്റർ പൊട്ടിച്ചാണ്. ദർശിതയുടെ സുഹൃത്ത് സിദ്ധരാജു കർണാടക പോലീസിന്റെ പിടിയിലാണ്. 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും കവർന്നതിന് പിന്നിൽ ദർശിതയും സുഹൃത്തുമെന്നും സംശയം. വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് ചേരുന്നത്. നിഖിൽ, ഇന്നലെയാണ് ഇക്കാര്യത്തിൽ വലിയൊരു ട്വിസ്റ്റ്, ഈ വിവരം പുറത്തേക്ക് വരുന്നത്. അതിലെ ദുരൂഹതകൾ അഴിയുകയാണോ ഇപ്പോൾ? ഇക്കാര്യത്തിൽ ദുരൂഹത പൂർണ്ണമായും അഴിയുന്നതിലേക്ക് എത്തിയിട്ടില്ല. പ്രാഥമികമായി പോലീസിന്റെ സംശയമാണ് ഇത്. പക്ഷേ ലഭ്യമായ വിവരങ്ങളും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വച്ച് വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ യുവതിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിക്രൂരമായാണ് എന്നാണ്. ആ സാലിഗ്രാമിലെ ലോഡ്ജ് മുറിയിൽ കിടക്കയിലാണ് ഇന്നലെ മൃതദേഹം കണ്ടെത്തിയത്. ആ മൃതദേഹത്തിന്റെ വായ ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്, താടിയലുകൾ ഉൾപ്പെടെ തകർന്ന നിലയിലാണ്. ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരം അനുസരിച്ച് വായിൽ ഡിറ്റനേറ്റർ തിരുകി അത് പൊട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ നമ്മൾ നൽകിയ വാർത്തയിൽ പറഞ്ഞതുപോലെ ഈ പിടിയിലായിരിക്കുന്ന വ്യക്തിയുടെ മൊഴി, താൻ ഇതൊന്നും അറിയില്ല, താൻ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പുറത്തു പോയ സമയത്താണ് ഇങ്ങനെ എന്തോ സംഭവിച്ചത് എന്ന രീതിയിലാണ് ഇയാൾ മൊഴി നൽകിയത്. എന്നാൽ ഈ സിദ്ധരാജു എന്ന് പറയുന്ന ദർശിതയുടെ സുഹൃത്തായ ഈ കർണാടക സ്വദേശിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇയാളെ വീണ്ടും കർണാടക പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഈ മോഷണത്തിന് പിന്നിൽ ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തിയ ഒരു ആസൂത്രണമാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ഇയാളെ കേരളത്തിലേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ന് തന്നെ ഒരുപക്ഷെ ഇരിട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ഉൾപ്പെടെയുള്ള ഈ മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ, മോഷണത്തിലും ഈ കൊലപാതകത്തിലും പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും അന്വേഷണം നടന്നു വരികയാണ്. ശരി നിഖിൽ.